പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. സിദ്ധാർത്ഥിന് മരണം വിധിച്ചതാര്? പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. കൽപ്പറ്റ ഡിവൈഎസ്പി അന്വേഷണ ഉദ്യോഗസ്ഥനായാണ് പ്രത്യേക സംഘം. വയനാട് എസ്പിക്കാണ് മേൽനോട്ട ചുമതല. പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കേസിലെ പ്രധാന പ്രതി അഖിലിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. കേസിലെ പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു. സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയാക്കിയെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഇതിനായി അഖിലും മറ്റ് പ്രതികളും ഗൂഢാലോചന നടത്തി. ആൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു. ഈ സമയം സഹപാഠികൾ ഉൾപ്പെടെ 130ഓളം ആളുകൾ ഇത് നോക്കി നിന്നു. ക്രൂരമർദ്ദനവും ആരും സഹായിക്കാത്തതിന്റെ മനോവിഷമവും ആത്മഹത്യക്കിടയാക്കിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സിദ്ധാർത്ഥിന് ക്രൂരമർദ്ദനം ഏറ്റുവെന്നും കുറ്റക്കാർ ആരും രക്ഷപ്പെടരുത് എന്നടക്കമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. 12 പേരോ 15 പേരോ 25 പേരോ അല്ല ഇതിലുള്ളത്. ഇതിലൊരു നല്ലൊരു ടീം അവിടെ ഉണ്ട്. അവരെന്നെ അവിടെ പഠിക്കരുത്, അവിടെ അല്ല അവർ പഠിക്കരുത്, അവർ പഠിച്ച് ഭാവിയിലെ പിള്ളേർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. പ്രതികളിൽ ഒരാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോലീസ് തീരുമാനിച്ചു. കേസിൽ പ്രതികളായവരെ SFI പുറത്താക്കി. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് KSUവിന്റെ തീരുമാനം. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നാളെ പന്തം കൊളുത്തി പ്രതിഷേധിക്കും. 24 വയനാട്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFI നേതാവ് കീഴടങ്ങി. കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുണാണ് കൽപ്പറ്റ ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത്. അരുൺ പാറയ്ക്കൽ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വിശദാംശങ്ങൾ. ഉന്മേഷ്, 10 മണിയോടുകൂടിയാണ് കൽപ്പറ്റ ഡിവൈഎസ്പിക്ക് മുൻപാകെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ മാനന്തവാടി സ്വദേശിയായ K അരുൺ കീഴടങ്ങിയത്. ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ കോളേജ് യൂണിയൻ ചെയർമാനാണ് അരുൺ. പോലീസിന്റെ ആദ്യ പ്രതിപട്ടികയിലുണ്ടായിരുന്ന 12 പേരിൽ ഉൾപ്പെട്ടയാളാണ്. ഈ പ്രതി നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തു, ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ആദ്യം അറസ്റ്റ് ചെയ്ത 6 വിദ്യാർത്ഥികളും ഇതുമായി ബന്ധപ്പെട്ട മൊഴി പോലീസിന് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കായി, അതായത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, കോളേജ് യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കോളേജ് യൂണിയൻ പ്രസിഡന്റും മാനന്തവാടി സ്വദേശിയുമായ K അരുൺ കൽപ്പറ്റ ഡിവൈഎസ്പിക്ക് മുൻപാകെ കീഴടങ്ങിയിരിക്കുന്നത്. പ്രതിയെ പോലീസ് നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. നാളെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഉന്മേഷ്. ശരി, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതികളായ SFI പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനം. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രതികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി P രാജീവ് വ്യക്തമാക്കി. സർവകലാശാലയ്ക്ക് മുന്നിൽ KSUവും ABVPയും സമരം തുടരുകയാണ്. പ്രതികളായ SFIക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസ് വിമുഖത കാണിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇതുവരെ കാണാത്ത സമരമുഖത്തേക്ക് കടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കൃത്യമായ നടപടികൾ സ്വീകരിച്ച് കുറ്റവാളികൾക്കെതിരായി നടപടിയെടുത്തില്ലെങ്കിൽ കേരളം മുഴുവനായ വ്യാപകമായ സമരത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കും. നടന്നത് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ക്യാമ്പസിൽ ഭരിക്കുന്ന കക്ഷി അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് പ്രതികളാണ് എന്ന് പറയുമ്പോൾ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്തുതരം രാഷ്ട്രീയമാണ്? മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി P രാജീവ് പ്രതികരിച്ചു. ഇതിനകത്ത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കും. SFI കുറ്റവാളികളെ സംരക്ഷിക്കില്ലെന്ന് EP ജയരാജൻ. ആര് പ്രതിപട്ടികയിലുണ്ടായാലും തിരക്കേടില്ല. തെറ്റാണ്. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കും. ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അനുവദിക്കില്ല. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കോളേജ് ക്യാമ്പസിന് മുന്നിൽ KSUവും ABVPയും പ്രതിഷേധ സമരം തുടങ്ങി. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCC ആഹ്വാനം ചെയ്ത സമരാഗ്നി യാത്രയ്ക്ക് സമാപനം. കേരളത്തിൽ 2 അക്ക സീറ്റ് നേടുമെന്നത് നരേന്ദ്രമോദിയുടെ സ്വപ്നമാണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകുമെന്ന് VD സതീശനും പറഞ്ഞു. ശശി തരൂർ തന്നെയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രഖ്യാപിച്ചു.
ഫെബ്രുവരി 9 കാസർഗോഡ് നിന്ന് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുമിച്ച് ആരംഭിച്ച സമരാഗ്നി യാത്രയാണ് ഇന്ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിച്ചത്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി BRS സർക്കാരിനെ പോലെ അഴിമതി നിറഞ്ഞതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരെന്ന് കുറ്റപ്പെടുത്തി. Your communist government is like BRS government, corrupt government. കേരളത്തിൽ 2 അക്ക സീറ്റ് നേടുമെന്ന മോദിയുടെ പരാമർശത്തിന് വേദിയിൽ കെ സുധാകരന്റെ മറുപടി. മോഡി പറഞ്ഞു പോയിട്ടുണ്ട് 2 അക്കം. പള്ളി പറഞ്ഞാൽ മതി. മോഡി വന്നിട്ട് വർഷം 10 ആയില്ലേ? ഒന്നും ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കിയതൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. കേരള സർക്കാരുകൾ ജനങ്ങളെ ദുരിതത്തിലാക്കിയതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറുപടി ഉണ്ടാകുമെന്ന് VD സതീശൻ. ജനങ്ങളുടെ സങ്കടങ്ങൾ വീണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേദിയെ മാറ്റും എന്ന് ഞാൻ കേരളത്തിലെ ജനസമൂഹത്തിന് മുഴുവൻ ഉറപ്പ് നൽകുന്നു. തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ മത്സരിക്കുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രഖ്യാപിച്ചു. BJP has to face a tougher fight here from Thiruvananthapuram and Shashi Tharoor will win. CPM has to face a tougher fight from here. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് 20 ലോക്സഭാ മണ്ഡലങ്ങളും കടന്നുള്ള കോൺഗ്രസിന്റെ ജാഥ. കോൺഗ്രസിനുള്ളിലെ ഐക്യം ഊട്ടിയുറപ്പിക്കാനാണ് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒന്നിച്ച് ജാഥ നയിക്കാൻ തീരുമാനമായത്. ആലപ്പുഴയിലെ സുധാകരന്റെ പരാമർശത്തിൽ കടുത്ത വിയോജിപ്പ് പ്രതിപക്ഷ നേതാവ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് സതീശനെ അനുനയിപ്പിച്ചത്. ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചു നടത്തിയ യാത്ര പ്രവർത്തകർ എങ്ങനെ സ്വീകരിച്ചു എന്നറിയാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കണം. സലിം മാലിക്, 24, തിരുവനന്തപുരം. സമരാഗ്നി ജാഥയുടെ സമാപന സമ്മേളനത്തിനെത്തിയ പ്രവർത്തകർ നേരത്തെ പോയതിൽ നീരസം പ്രകടിപ്പിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. സമ്മേളനം നടത്തുമ്പോൾ അത് മുഴുവൻ കേൾക്കാൻ പ്രവർത്തകർക്ക് മനസ്സുണ്ടാകണമെന്ന് കെ സുധാകരൻ പറഞ്ഞു. KPCC അധ്യക്ഷന്റെ നീരസ പ്രകടനത്തിന് പിന്നാലെ പ്രവർത്തകരെ ആശ്വസിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. കൊടുംചൂടിൽ ഉച്ചയ്ക്ക് വന്ന മനുഷ്യരാണ് ഇവർ. പ്രവർത്തകർ നേരത്തെ പോയതിൽ പ്രസിഡന്റിന് ഒരു വിഷമവും വേണ്ടെന്നും VD സതീശൻ പറഞ്ഞു. ഒരു പ്രസംഗത്തിന് ഞാനില്ല, കളം കാലിയായി. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നമ്മൾ വലിയ കെട്ടിഘോഷിച്ചിട്ട് വലിയ സമ്മേളനങ്ങൾ നടത്തും. ആ സമ്മേളനങ്ങളിൽ 2 ആൾ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ആള് പോകാൻ തുടങ്ങും. നേരത്തെ ഈ കസേരയെല്ലാം കാലിയാണ്. എന്തിനാ ഇത്രയും വലിയൊരു പൊതുയോഗം, ഇത്ര വലിയ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചിട്ട് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ട് അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ വരുന്നു? പ്രസിഡന്റ് 3 മണിക്ക് കൊടും ചൂടിൽ വന്ന പാവപ്പെട്ട പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. പിന്നെ കോൺഗ്രസിനൊരു വലിയ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ഇന്നൊരു സമാപനമായപ്പോൾ എല്ലാവരും ഈ ജാഥയുടെ സമാപനത്തെ അനുഗ്രഹിക്കാൻ വന്നു. 12 പേര് പ്രസംഗിച്ചു കഴിഞ്ഞു. 13ാമതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് ചൂടിൽ ഇരിക്കാനൊക്കെ ആളുകൾക്ക് പാടും. അതുകൊണ്ടാണ് അത് പ്രസിഡന്റ് അതിനൊരു വിഷമം മനസ്സിൽ വേണ്ട. എത്ര നേരം എന്ന് വെച്ചാൽ 5 മണിക്കൂറായി ആളുകൾ വന്നിട്ട്. അതിനകത്തൊരു വിഷമം വേണ്ട. നമ്മുടെ പ്രവർത്തകരല്ലേ. മഹാരാഷ്ട്രയിൽ അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങൾ. NCP ശരത്ചന്ദ്ര പവാർ വിഭാഗം അധ്യക്ഷൻ ജയന്ത് പാട്ടീൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുമായി കൂടിക്കാഴ്ച നടത്തി. ഏക്നാഥ് ഷിൻഡെയെ ശരത് പവാർ അത്താഴവിരുന്നിന് ക്ഷണിച്ചു. ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസിനും അജിത് പവാറിനും ക്ഷണമുണ്ട്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്നിപ്പോൾ. ബൽറാം, ഇതൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണോ ബൽറാം? ഉന്മേഷ്, ഇതൊരു രാഷ്ട്രീയ നീക്കമാണോ എന്ന് തീർത്ത് പറയാൻ കഴിയില്ല. ഇന്ന് വൈകിട്ട് രാത്രിയോടെയാണ് അപ്രതീക്ഷിതമായി ശരത് പവാറിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ശരത് പവാറിന്റെ പാർട്ടിയുടെ അധ്യക്ഷനായ ജയന്ത് പാട്ടീൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ഔദ്യോഗിക വസതി സന്ദർശിച്ചത്. അതിനു മുമ്പായി തന്നെ ഈ മുഖ്യമന്ത്രിയെ തന്റെ വീട്ടിൽ വിരുന്നിന് ക്ഷണിക്കുന്ന ശരത് പവാറിന്റെ കത്ത് പുറത്തു വന്നിരുന്നു. വരുന്ന ശനിയാഴ്ച ബാരാമതിയിൽ ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ താൻ ബാരാമതിയിലും താനും മകളും MP-യുമായ സുപ്രിയ സുലെയും ബാരാമതിയിൽ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാറും ദേവേന്ദ്ര ഫട്നാവിസും ഈ തന്റെ വീട്ടിലെത്തി തന്റെ ആതിഥ്യം സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം ഈ കത്തിൽ ആവശ്യപ്പെടുന്നത്. കൂടാതെ ഈ ബാരാമതിയിൽ നടക്കുന്ന മേള, അതിന്റെ അധ്യക്ഷനാണ്, ആ സമിതിയുടെ അധ്യക്ഷനായ താൻ ആ മേളയിലേക്കും ക്ഷണിക്കുകയാണ് എന്നുമാണ് ശരത് പവാർ ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മറ്റ് പാർട്ടികൾക്ക് ഇടയിലെ നേതാക്കൾക്കിടയിൽ പോലും വലിയ രാഷ്ട്രീയ ബന്ധം, രാഷ്ട്രീയത്തിന് അതീതമായി സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന അത്തരത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും എന്നാൽ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അപ്രതീക്ഷിതമായിരിക്കുന്നത്. ഇന്ത്യ മുന്നണി ശക്തമായി BJPയെ പ്രതിരോധിക്കാൻ രംഗത്തെത്തുകയും ശരത് പവാറിന്റെ പാർട്ടിയെ
അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കാരിനെ തകർത്ത് അധികാരത്തിലേറ്റ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തെ തന്നെ വഞ്ചിച്ച് അല്ലെങ്കിൽ എന്ന അദ്ദേഹം തന്നെ ആരോപിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ മരുമകൻ കൂടിയായ അജിത് പവാർ, ഒപ്പം തന്നെ ദേവേന്ദ്ര ഫഡ്നാവിസ്, ഇതിനെല്ലാം തന്നെ നേതൃത്വം നൽകിയ ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നിവരെയാണ് അദ്ദേഹം ഒരു വിരുന്നിനായി ക്ഷണിച്ചിരിക്കുന്നത്. എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ എന്ന് വ്യക്തമല്ല. അതേസമയം ബാരാമതിയിലെ സിറ്റിംഗ് എം പിയാണ് സുപ്രിയ സുലെക്കെതിരെ തന്റെ ഭാര്യയെ മത്സരിപ്പിക്കാൻ അജിത് പവാറിന് പദ്ധതിയുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം ശരത് പവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് രാഹുൽ ഗാന്ധിയും കെ സുധാകരനും ഉൾപ്പെടെ സിറ്റിംഗ് എംപിമാരുടെ പേര് നിർദ്ദേശിച്ച് KPCC സ്ക്രീനിംഗ് കമ്മിറ്റി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് പേരുകൾ കൈമാറി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെയും കണ്ണൂരിൽ കെ സുധാകരന്റെയും പേര് മാത്രമാണുള്ളത്. കഴിഞ്ഞ തവണ UDF തോറ്റ ആലപ്പുഴയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. ചർച്ചകൾക്കായി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തിരുവനന്തപുരത്തെത്തി. കോൺഗ്രസ് മത്സരിക്കുന്ന 16 മണ്ഡലങ്ങളിൽ 15ഇടത്തും സിറ്റിംഗ് എംപിമാരെ തന്നെ മത്സരിപ്പിക്കാനാണ് സംസ്ഥാന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം. മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്നറിയിച്ച കെ സുധാകരന്റെ നിർദ്ദേശത്തോട് അംഗങ്ങൾ വഴങ്ങിയില്ല. തന്റെ പിൻഗാമിയായി കെ ജയന്തിനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു സുധാകരന്റെ ആവശ്യം. എന്നാൽ പട്ടികയിൽ കെ സുധാകരന്റെ പേര് മാത്രമാണ് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ ഇടതുപക്ഷം ഉയർത്തുന്ന എതിർപ്പ് കാര്യമാക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നിലപാട്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരിന് എതിർപ്പുയർന്നെങ്കിലും ഒടുവിൽ മറ്റു പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടില്ല. പത്തനംതിട്ടയിൽ ആന്റണിയുടെ കാര്യത്തിലും സമാനമായിരുന്നു സ്ഥിതി. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് പച്ചക്കൊടി വീശിയിട്ടില്ലാത്തതിനാൽ ആലപ്പുഴ ഒഴിച്ചിട്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റി പേരുകൾ നൽകിയത്. KC വേണുഗോപാൽ എത്തിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് നേതാക്കളുടെ താൽപ്പര്യം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയാൽ ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെയും പരിഗണിക്കുന്നുണ്ട്. കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിയാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. 24 തിരുവനന്തപുരം. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ 125ഓളം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഭോജ്പുരി നടൻ പവൻ സിംഗ് ബംഗാളിൽ സ്ഥാനാർത്ഥിയാകും എന്നാണ് സൂചന. ശത്രുഘ്നൻ സിൻഹയ്ക്കെതിരെ അസൻസോഡിലാകും മത്സരിക്കുക. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ബൽറാം, പട്ടിക എപ്പോൾ പുറത്തിറങ്ങും? ഉന്മേഷ്, നാളെ മാത്രമായിരിക്കും പട്ടിക പുറത്തിറങ്ങുക എന്നാണ് BJP കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിനുള്ള യോഗം BJP ദേശീയ ആസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. യോഗത്തിനായി പ്രധാനമായും എല്ലാ നേതാക്കളും തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ യോഗത്തിന് മുമ്പായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, JP നദ്ദ അടക്കമുള്ളവർ ഏതാണ്ട് 5 മണിക്കൂറോളം സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ്, അമിത്ഷാ അടക്കമുള്ള പ്രധാന നേതാക്കളുടെ പേരുകൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും. ഇതിനോടൊപ്പം തന്നെ ചില അപ്രതീക്ഷിത പേരുകളും ആദ്യഘട്ടത്തിൽ തന്നെ BJP പുറത്തിറക്കും എന്നാണ് നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഇതോടൊപ്പം തന്നെ ഈ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളിൽ സിനിമാ താരങ്ങൾ കൂടാതെ ക്രിക്കറ്റ് മേഖലയിൽ നിന്നുള്ളവർ അടക്കമുള്ളവർ ഉണ്ടാകുമെന്നാണ് സൂചന. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ നഷ്ടപ്പെട്ട സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. കൂടാതെ BJP വിജയം ഉന്നം വെക്കുന്ന ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിലെ A+ വിഭാഗത്തിൽ വിടുന്നത് അടക്കമുള്ള 8 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. സമാനമായി തന്നെ പശ്ചിമ ബംഗാളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശത്രുഘ്നൻ സിൻഹ അസൻസോളിൽ മത്സരിക്കുമെന്ന വ്യക്തമായ പശ്ചാത്തലത്തിൽ ഭോജ്പുരി നടൻ പവൻ സിംഗിനെ എതിരെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനം എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അരുൺ പാറയ്ക്കൽ വയനാട്ടിൽ നിന്നൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇക്സാൻ കീഴടങ്ങിയത്, അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആകെ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് 3 പേർ എന്നാണ്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ SFI നേതാക്കൾ ഇപ്പോൾ കീഴടങ്ങുന്നു എന്നതാണ് വാർത്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ NDA സ്ഥാനാർത്ഥിയാകും. അടുത്ത ദിവസം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് BJP ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി. പ്രഖ്യാപനം ഉടനുണ്ടായേക്കും. BJP അനുഭാവികളുടെ സമൂഹ മാധ്യമ കൂട്ടായ്മയിൽ രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് അഭ്യർത്ഥിച്ച് പ്രചാരണം തുടങ്ങി. പത്തനംതിട്ടയിൽ മത്സരിക്കാൻ BJP ദേശീയ നേതൃത്വം K സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടു. PC ജോർജ്
ക്ഷമിക്കണം, PC ജോർജും PS ശ്രീധരൻപിള്ളയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ തവണത്തെ പ്രകടനം വിലയിരുത്തിയാണ് K സുരേന്ദ്രനോട് മത്സരിക്കാൻ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടത് എന്നാണ് വിവരം. തെലങ്കാനയിൽ BRS നേതാവും അസമിൽ കോൺഗ്രസ് നേതാവും BJPയിൽ ചേർന്നു. തെലങ്കാനയിൽ നാഗർ കുർണൂൽ സിറ്റിംഗ് MP പോത്തുകണ്ടി രാമുലുവാണ് പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത്. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് എത്തിയാണ് അംഗത്വമെടുത്തത്. മകൻ ഭാരത് പ്രസാദും BJPയിൽ ചേർന്നു. അസമിൽ കോൺഗ്രസ് മുൻ വർക്കിംഗ് പ്രസിഡന്റ് റാണ ഗോസ്വാമിയാണ് BJPയിൽ ചേർന്നത്. ഗുവാഹത്തിയിലെ BJP ആസ്ഥാനത്ത് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പാർട്ടി അംഗത്വം നൽകി. റാണ ഗോസ്വാമി ഇന്നലെയാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത്. ലൈംഗികാരോപണ പരാതിയിൽ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ആത്മഹത്യാ ഭീഷണിയുമായി കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകൻ ഇഫ്തിഖർ അഹമ്മദ്. താൻ ആത്മഹത്യ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം SFIക്കും വൈസ് ചാൻസലർക്കുമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ അരുൺ പൂപ്പറമ്പ ചേരുന്നു. അരുൺ, ഈ അധ്യാപകനെ തിരിച്ചെടുത്തതിന് പിന്നാലെ സമരം ചെയ്തതിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഉണ്ടായിരുന്നുവല്ലോ, പക്ഷേ SFIക്കെതിരെയും VCക്കെതിരെയുമാണല്ലോ ആരോപണം ഇപ്പോൾ. അരുൺ, തീർച്ചയായും ഉന്മേഷ്, SFI VC എന്നിവരുടെ പേരുകളാണ് ഈ ആത്മഹത്യ ഭീഷണി മുഴക്കിയ ഫേസ്ബുക്ക് കുറിപ്പിൽ പ്രധാനമായും പറയുന്നത്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ഇഫ്തിഖർ അഹമ്മദിന്റെ സസ്പെൻഷൻ സർവകലാശാല പിൻവലിച്ചത്. ഇതിന് പിന്നാലെ സർവകലാശാല ക്യാമ്പസിൽ വ്യാപകമായിട്ടുള്ള വിദ്യാർത്ഥി പ്രതിഷേധമാണ് അരങ്ങേറിയത്. അതിൽ SFI ABVP ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തിരുന്നു. മറ്റ് സംഘടനകളും ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അതേ തുടർന്നാണ് സർവകലാശാല ഇന്ന് വീണ്ടും ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. എന്നാൽ അതിൽ സർവകലാശാല പറയുന്ന വിശദീകരണം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം നൽകിയ ഘട്ടത്തിലുള്ള കണ്ടീഷൻ അനുസരിച്ച് ഹോസ്ദുർഗ് താലൂക്കിൽ ഈ അധ്യാപകന് പ്രവേശിക്കാൻ അനുവാദമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയതെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. എന്തായാലും ഈ വിഷയം കൂടുതൽ സങ്കീർണമാണ്. ഇപ്പോൾ ഈ ആത്മഹത്യ ഭീഷണി മുഴക്കിയതിൽ താൻ ആത്മഹത്യ ചെയ്താൽ SFIയും അതോടൊപ്പം തന്നെ VCയുമായിരിക്കും ഉത്തരവാദി. ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി തന്നെ കുറ്റവിമുക്തനാക്കിയിട്ടും തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന ആരോപണമാണ് ഇഫ്തിഖർ അഹമ്മദ് എന്തായാലും മുഴക്കുന്നത്. അത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷയം കൂടുതൽ സങ്കീർണമാവുകയാണ്. ശരി, അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFI കോളേജ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഇക്സാന് കീഴടങ്ങി. മറ്റൊരു പ്രതിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നേരത്തെ സർവകലാശാല യൂണിയൻ പ്രസിഡന്റ് അരുൺ കൽപ്പറ്റ DYSP ഓഫീസിൽ കീഴടങ്ങിയിരുന്നു. അരുൺ പാറയ്ക്കൽ വയനാട്ടിൽ നിന്ന്. അരുൺ, ഒരാൾ കൂടി കീഴടങ്ങുന്നു, വിവരങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, ഇപ്പോൾ 3 പേരാണ് ആകെ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇന്ന് രാത്രി ആദ്യം 10 മണിയോടുകൂടി SFI കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ പോലീസിന് മുൻപിൽ കീഴടങ്ങുന്നു. കൽപ്പറ്റ DYSP അന്വേഷണ ഉദ്യോഗസ്ഥനായ TN സജീവന് മുൻപാകെയാണ് ഈ അരുൺ കീഴടങ്ങുന്നത്. അതിന് പിന്നാലെ തന്നെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഖ്സാൻ കീഴടങ്ങി. തൊട്ട് പുറകെ പോലീസ് മറ്റൊരാളെ കൂടി കസ്റ്റഡിയിലെടുത്തു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അയാളുടെ പേര് വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്ത് പങ്കുവെക്കുന്നില്ല. ഇയാളും ഈ 12 പേര്, അതായത് കസ്റ്റഡി പോലീസിന്റെ ആദ്യ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന 12 പേരിൽ ഉൾപ്പെട്ട ആളാണ് എന്നാണ് നമുക്ക് പുറത്തു വരുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി പോലീസ് ഇപ്പോൾ നിലവിൽ 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി 8 പ്രതികളെ കൂടി പോലീസ് പിടികൂടാനുണ്ട്. 8 പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ പ്രധാനമായ ഒരു കാര്യം, ഈ 2 പേരും, അതായത് SFI നേതാക്കളായ 2 പേരും വയനാട് മാനന്തവാടി സ്വദേശികളാണ് എന്നുള്ളതാണ്. അമൽ ഇഖ്സാൻ മാനന്തവാടി ക്ലബ്ബ് കുന്ന് സ്വദേശിയാണ്. K അരുൺ മാനന്തവാടി കണിയാരം സ്വദേശിയാണ്. ഇരുവരും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ഗൂഢാലോചന ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തു എന്നാണ് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്നലെ അറസ്റ്റിലായ 6 പ്രതികളും ഇതുമായി ബന്ധപ്പെട്ട മൊഴി തന്നെയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രതികളുടെ അറസ്റ്റ് പോലീസ് നാളെയായിരിക്കും രേഖപ്പെടുത്തുക എന്ന് അറിയാൻ സാധിക്കുന്നു. നിലവിൽ പോലീസ് പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. ഉന്മേഷ്. അരുൺ പാറക്കൽ വയനാട്ടിൽ നിന്ന്. ഹിമാചലിൽ മഞ്ഞുരുക്കം. ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരമായി സുഖ്വിന്ദർ സിംഗ് സുഖു മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും. കൂറുമാറിയ കോൺഗ്രസ് MLA-മാരെ സ്പീക്കർ അയോഗ്യരാക്കി. സാങ്കേതികത്വത്തിനപ്പുറം MLA-മാർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടെന്ന് സ്പീക്കർ കുൽദീപ് സിംഗ് പത്താനിയ 24-നോട് പറഞ്ഞു. അതിനിടെ അയോഗ്യരാക്കിയ MLA-മാരെ പിന്തുണച്ച് പ്രതിഭ സിംഗ് രംഗത്തെത്തി.
ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർ നടത്തിയ മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് പരിഹാരം. വീഴ്ചകൾ അംഗീകരിച്ച മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു അത് ആവർത്തിക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. 5 വർഷം സുഖു തന്നെ മുഖ്യമന്ത്രിയായി തുടരും. പാർട്ടിയും സർക്കാരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനായി 6-അംഗ സമിതിയെ രൂപീകരിക്കുമെന്ന് യോഗത്തിന് ശേഷം നേതാക്കൾ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ DK ശിവകുമാർ പറഞ്ഞു. So all of them have sorted out all their differences. They'll work together. They will see that in the Lok Sabha they come out with a good numbers, and there is no, we are forming a coordination committee between the party and the government. He has taken the responsibility, I said you straight. At the same time, discipline is very much important in the party. അയോഗ്യരാക്കിയ 6 MLA-മാരുടേത് അധാർമിക നടപടിയായിരുന്നുവെന്ന് സ്പീക്കർ 24നോട്. Because this act that contains the unethical practices of the elected members. So that part is the most important part. It is not a technical part, the rule violation or this violation or that one. The law was legislated with the intention to, put a curb on the Airam Gairam Rajniti and the Beparikaran of the Rajniti. സഭയിലെ അംഗബലം 62 കുറഞ്ഞു. കേവല ഭൂരിപക്ഷം മറികടന്ന് നിലവിൽ കോൺഗ്രസിന് 34 MLA-മാരുണ്ട്. MLA-മാരുടെ അയോഗ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് പ്രതിഭാ സിംഗ് പ്രതികരിച്ചു. ഷിംലയിൽ നിയമസഭാ കക്ഷിയോഗം ചേർന്ന BJP അയോഗ്യരായ MLA-മാരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഹിമാചലിൽ ദിവസങ്ങളായി തുടരുന്ന രാഷ്ട്രീയ നാടകത്തിനാണ് വിരാമമായിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാധിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന് ആശ്വാസമാകും. ഹിമാചലിലെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ, 24. ഉത്തർപ്രദേശിൽ വീണ്ടും ചോദ്യപേപ്പർ ചോർച്ച. +2 ബോർഡ് പരീക്ഷയുടെ കണക്ക് ബയോളജി ചോദ്യപേപ്പറുകൾ ചോർന്നു. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. കഴിഞ്ഞയാഴ്ച കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതും വിവാദമായിരുന്നു. VC നിയമനവുമായി ഗവർണർ മുന്നോട്ട്. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള 3 സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞുവെച്ചെന്ന് രാജ്ഭവൻ. രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ ഒരെണ്ണത്തിന് മാത്രമാണ് അനുമതി കിട്ടിയത്. മറ്റ് 3 ബില്ലുകളിൽ തീരുമാനം കാത്തിരിക്കുകയാണെന്നും രാജ്ഭവന്റെ വാർത്താക്കുറിപ്പ്. ലോകായുക്ത ബില്ലിന് അംഗീകാരം ലഭിച്ചതോടെ ഭരണപക്ഷം ഗവർണർക്കെതിരായ വിമർശനം ശക്തമാക്കി. ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോഴാണ് 3 സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി പിടിച്ചുവെച്ചിരിക്കുകയാണെന്ന് രാജ്ഭവൻ ചൂണ്ടിക്കാണിക്കുന്നത്. ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റുന്ന ബിൽ, വൈസ് ചാൻസലർ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ബിൽ, സാങ്കേതിക സർവകലാശാല ഭേദഗതിയുമായി ബന്ധപ്പെട്ട അപ്പലേറ്റ് ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ എന്നിവയാണ് തടഞ്ഞുവെച്ചത്. 7 ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത്. ഇതിൽ 3 ബില്ലുകളിൽ ഇനി തീരുമാനമാകാനുണ്ടെന്നും രാജ്ഭവൻ. ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയതോടെ ഗവർണർക്ക് കനത്ത തിരിച്ചടിയുണ്ടായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ്. നിയമരംഗത്തൊരു വലിയ കാൽവെപ്പാണ് നമ്മുടെ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് തന്നെ എടുത്ത ഒരു സമീപനം. രാഷ്ട്രപതി അനുമതി നൽകിയതോടെ അഴിമതി നിരോധന നിയമത്തിന്റെ നടുവൊടിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. ഈ ബില്ല് എത്ര വേഗത്തിലാണ് പാസ്സാക്കി തിരിച്ചയച്ചതെന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങൾ നേരത്തെ ആരോപിച്ച പോലെയുള്ള ഒരു അണ്ണൻ തമ്പി ബന്ധം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുണ്ട്. ലോകായുക്ത ഭേദഗതി ബിൽ നിയമമായാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പൊതുപ്രവർത്തകൻ RS ശശികുമാറും പറഞ്ഞു. അതേസമയം സർവകലാശാല നിയമങ്ങൾ രാഷ്ട്രപതി തടഞ്ഞതോടെ VC നിയമന പ്രക്രിയയുമായി മുന്നോട്ടു പോകാനാണ് ഗവർണറുടെ തീരുമാനം. രാജ്ഭവന് ലഭിച്ച നിയമോപദേശമനുസരിച്ചാണ് തുടർ നടപടികൾ. കേരള, സാങ്കേതിക, കാർഷിക സർവകലാശാലകൾ പാസാക്കിയ പ്രമേയങ്ങളും റദ്ദാക്കും. 24 തിരുവനന്തപുരം. തൃശൂർ മനക്കൊടി ചേറ്റുപുഴപ്പാടത്ത് തീപിടുത്തം. ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് വില വരുന്ന സാമഗ്രികൾ കത്തിനശിച്ചു. 50 ലക്ഷം രൂപയുടെ നാശനഷ്ടം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വൈകിട്ട് 5:30 തീപിടുത്തം. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ചേറ്റുപുഴ ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന പൈപ്പുകൾക്കാണ് തീ പിടിച്ചത്. വലിയ പുകയോടുകൂടി തീ ആളിക്കത്തുകയായിരുന്നു. നാല് യൂണിറ്റ് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് 2 മണിക്കൂർ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി സമീപ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട പൈപ്പുകളും മറ്റു സാമഗ്രികളുമാണ് കത്തി നശിച്ചത്.
24 തൃശൂർ. പടയപ്പയും പ്രതിഷേധം. മൂന്നാറിൽ നിരാഹാര സമരമിരുന്ന ഡീൻ കുര്യാക്കോസ് എംപിയെ ആരോഗ്യനില മോശമായതോടെ ആശുപത്രിയിലേക്ക് മാറ്റി. നിരാഹാര സമരം 3 ദിവസം പിന്നിട്ടപ്പോഴാണ് എംപിയുടെ ആരോഗ്യനില മോശമായത്. മൂന്നാറിലെ വന്യജീവി ആക്രമണത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകാത്തതിന് എതിരെ ഇടുക്കി രൂപതയും രംഗത്തെത്തി. ഇതിനിടെ മതപ്പാടിലുള്ള പടയപ്പ നെയ്മക്കാട് എസ്റ്റേറ്റിൽ തീറ്റിയെടുക്കുന്ന പുതിയ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. മൂന്നാറിലെ പടയപ്പ ഉൾപ്പെടെയുള്ള അക്രമകാരികളായ കാട്ടാനകളെ പിടിച്ചുമാറ്റുക, RRT സംഘത്തെ വിപുലീകരിക്കുക, സുരേഷ് കുമാറിനെ കൊലപ്പെടുത്തിയ കാട്ടാന ഏതെന്ന് കണ്ടെത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡീൻ കുര്യാക്കോസ് എംപി മൂന്നാറിൽ നിരാഹാര സമരം തുടങ്ങിയത്. ഷുഗർ കുറയുകയും നെഞ്ചുവേദന അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് ഡീൻ കുര്യാക്കോസ് എംപിയെ പോലീസ് എത്തി സമരപ്പന്തലിൽ നിന്ന് മാറ്റിയത്. നിരാഹാര സമരം തുടങ്ങി 3 ദിവസമായിട്ടും RRT സംഘത്തെ വിപുലീകരിക്കുന്നതൊഴിച്ച് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ഒരാവശ്യവും വനം വകുപ്പ് പരിഗണിച്ചിരുന്നില്ല. എങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പിന്നോട്ടില്ല എന്നായിരുന്നു ഡീൻ കുര്യാക്കോസിന്റെ നിലപാട്. ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മറന്നുപോകരുതെന്ന് ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു. ഇതിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം, പ്രത്യേകിച്ച് വനം വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണം. വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ ഈ ജീവന് സംരക്ഷണം നൽകുവാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണം. ജനവാസ മേഖലയിൽ പ്രകാരം വന്യമൃഗങ്ങൾ ഇറങ്ങി വരാതിരിക്കുവാനുള്ള നടപടികൾ, ശാസ്ത്രീയമായ നടപടികൾ ചെയ്യുവാനായിട്ട് അതിനുള്ള മുൻകരുതൽ എടുക്കുവാനുള്ള ഇച്ഛാശക്തി ബന്ധപ്പെട്ട സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കണം. മതപ്പാടുള്ള പടയപ്പ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തുടരുകയാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വിമൽ രാജ് പകർത്തിയ പടയപ്പയുടെ ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. ആനയെ അനാവശ്യമായി പ്രകോപിപ്പിക്കരുതെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മൂന്നാറിലെ കാട്ടാനശല്യം ഒരു ചെറിയ കാര്യമല്ല. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഇവിടുത്തെ ജനവിഭാഗത്തിന് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. വനം വകുപ്പ് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. വയനാട് വാഗേരി മൂടക്കുലിയിൽ വീണ്ടും കടുവയിറങ്ങി. പ്രദേശവാസികളാണ് കടുവയെ കണ്ടത്. കോഴിക്കോട് തിരുവമ്പാടിയിൽ പുലി ഇറങ്ങി എന്ന സംശയത്തെ തുടർന്ന് വനംവകുപ്പ് തെരച്ചിൽ തുടങ്ങി. മൂടക്കുല്ലിയിൽ യുവകർഷകൻ പ്രജീഷ് കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അതേ സ്ഥലത്താണ് വീണ്ടും കടുവയിറങ്ങിയത്. രാവിലെ 9 മണിയോടെ ജോലിക്കായി പുറത്തേക്കിറങ്ങിയ രമേശൻ എന്നയാളാണ് കടുവയെ കണ്ടത്. ഉടൻ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിനിടെ കടുവയെ കാണാതായി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരിശോധന തുടരുകയാണ്. കോഴിക്കോട് തിരുവമ്പാടിയിൽ പുലിയെ കണ്ടെന്ന നാട്ടുകാരുടെ പരാതിയിൽ വനം വകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. നേരത്തെ പുലിക്കായി വനം വകുപ്പ് കൂട് സ്ഥാപിച്ചതിന് മീറ്ററുകൾ മാത്രമകലെയാണ് നാട്ടുകാർ വീണ്ടും പുലിയെ കണ്ടത്. വയനാട് ബ്യൂറോയ്ക്കൊപ്പം 24 കോഴിക്കോട്. ഇനി നാളെ അറിയാം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നാളെ തുടക്കമാകും. ഈ മാസം 26 വരെയാണ് പരീക്ഷ. മാർച്ച് 4-നാണ് SLC പരീക്ഷകൾ ആരംഭിക്കുക. കാസർഗോഡ് നീലേശ്വരം നഗരത്തിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം തുടങ്ങുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം നാളെ കൂടിയുണ്ടാകും. ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. രക്താർബുദ ചികിത്സയിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുന്ന കാർട്ടി സെൽ തെറാപ്പിക്ക് സംസ്ഥാനത്ത് ആദ്യമായി തുടക്കം കുറിച്ച് കൊച്ചി അമൃത ആശുപത്രി. രക്തത്തിലെ T സെൽ കോശങ്ങളിൽ മാറ്റം വരുത്തിയവയെ രക്താർബുദത്തിനെതിരെ പോരാടാൻ പ്രാപ്തമാക്കുന്ന നൂതന ചികിത്സാ രീതിയാണ് ഇത്. B സെൽ ലുക്കീമിയ, ലിംഫോമ, മൈലോമ ക്യാൻസറുകൾ ബാധിച്ചവർക്കുള്ള ഫലപ്രദമായ ചികിത്സാ രീതിയാണിത്. നിലവിൽ 3 രോഗികൾ കാർട്ടി സെൽ തെറാപ്പിക്ക് വിധേയരായതായി അമൃത ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.